നമസ്കാരം. ഉപാസനയിലേക്ക് സ്വാഗതം. പ്രാക്ടിക്കൽ സ്പിരിച്വാലിറ്റി എന്ന ഒരു പ്രയോഗത്തിന് സ്ഥാനമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയൊരു പ്രയോഗത്തിൻ്റെ ആവശ്യകതയുണ്ടോ എന്ന് പല ആളുകൾക്കും ഒരു സംശയമുണ്ട്. സത്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം സ്പിരിച്വാലിറ്റി എന്നുള്ളത് ഒരു പ്രാക്ടിക്കൽ കാര്യം തന്നെയാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു എക്സിബിറ്റിംഗ് സ്പിരിച്വാലിറ്റി കൂടുതൽ കണ്ടുവരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ സ്പിരിച്വാലിറ്റി എന്ന പ്രയോഗത്തിന് സ്ഥാനമുണ്ട് എന്നാണ് ഉപാസനയുടെ ഒരു പക്ഷം. കാരണം എക്സിബിറ്റിംഗ് സ്പിരിച്വാലിറ്റി പല രീതിയിലാണ് ഉപയോഗിക്കുന്നത്. അത് ഒരു വിപണന തന്ത്രമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ സ്പിരിച്വാലിറ്റി അവിടെ നിന്ന് വ്യത്യസ്തമാണ്. പ്രാക്ടിക്കൽ സ്പിരിച്വാലിറ്റിക്ക് വ്യക്തിഗതമായിട്ടുള്ള അഭിവൃദ്ധികൾ, മാനസികമായിട്ടുള്ള അഭിവൃദ്ധികൾ, അല്ലെങ്കിൽ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ സമ്പാദിക്കുക, അതുവഴി ഓരോ വ്യക്തിയും അവനവൻ്റെ ആത്മാവിനെ തിരിച്ചറിഞ്ഞ് ആ ഒരു രീതിയിലുള്ള ജീവിതപാത പിന്തുടരുക എന്നുള്ളതാണ് പ്രാക്ടിക്കൽ സ്പിരിച്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ കച്ചവടപരമായിട്ടുള്ള തന്ത്രങ്ങൾ സ്പിരിച്വാലിറ്റിയിൽ ഉപയോഗിക്കുമ്പോൾ അതൊരു എക്സിബിറ്റിംഗ് സ്പിരിച്വാലിറ്റി ആയിട്ട് വരും. അപ്പോൾ അത് ആവശ്യകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമാണ്. കാരണം എല്ലാ രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളും മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്പിരിച്വാലിറ്റിയിലും അതിൻ്റേതായ ചേഞ്ചുകൾ ഉണ്ടായിരിക്കും. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഇത് രണ്ടും രണ്ട് രീതിയിൽ ഉപയോഗിക്കണമെന്ന് മാത്രം. ഒരു പ്രാക്ടിക്കൽ സ്പിരിച്വാലിറ്റീനെ എക്സിബിറ്റിംഗ് സ്പിരിച്വാലിറ്റി ആയിട്ട് കമ്പയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ രീതിയിലോ ഉപയോഗിച്ചാൽ പരാജയമായിരിക്കും ഫലം. എക്സിബിറ്റിംഗ് സ്പിരിച്വാലിറ്റി അതിന് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ അതേപോലെ തന്നെ നിലനിൽക്കട്ടെ, അതിനിഷ്ടമുള്ളവർ ഉപയോഗിക്കട്ടെ. രണ്ടും കൂടി കണക്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് വളരെ നമുക്ക് ചെയ്യാനുള്ളതായിട്ടുള്ളത്. കാരണം നമ്മൾ മനുഷ്യൻ്റെ ഒരു പ്രധാനമായിട്ട് മനുഷ്യൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ആ മനുഷ്യൻ്റെ ആത്മീയത, അതേപോലെ അറിവ്, ആഹാരം, ആരോഗ്യം, ആതുര സേവനം എന്നിങ്ങനെയുള്ള കുറച്ച് ആകൾ. അപ്പോൾ ആ ഘടകങ്ങളെല്ലാം തന്നെ ഒരു കാലഘട്ടത്തിൽ കച്ചവട തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നില്ല. അതൊരു സേവന മനോഭാവത്തിലായിരുന്നു ഈ ഘടകങ്ങളെ എല്ലാം കണ്ടിരുന്നത് മനുഷ്യ സമൂഹം. പക്ഷേ പിന്നീട് കച്ചവട തന്ത്രങ്ങൾ മാറി വന്നപ്പോൾ ഈ ഘടകങ്ങളിലെല്ലാം ചില കച്ചവട സ്വാർത്ഥ താല്പര്യങ്ങൾ വന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ജീവിത അവസ്ഥയ്ക്ക് ഇതുമൂലം വളരെ വലിയ ദോഷങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ദോഷങ്ങൾ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഇതിനെ രണ്ട് രീതിയിലായിട്ട് കാണണം. നമുക്ക് ഇതിൻ്റെ കച്ചവട സാധ്യതകളെ തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം നമ്മുടെ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കച്ചവട സാഹചര്യങ്ങളെ വിലയിരുത്തി അത് ആ ഒരു രീതിയിലും മറ്റ് രീതികളെ വിലയിരുത്തി അത് ആത്മീയമായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തിഗതമായിട്ടുള്ള കാര്യങ്ങൾ ആ രീതിയിലും നിലനിർത്തി കൊണ്ടുപോകുന്ന കാര്യത്തിൽ വിജയിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ ഉള്ളത്. അതിന് വേണ്ടി ഇത് രണ്ടും രണ്ട് തലങ്ങളാണെന്നുള്ള മനസ്സിലാക്കലുകൾ, അറിവുകൾ നമുക്കുണ്ടായിരിക്കണം. അതുവഴിയാണ് നമുക്ക് ഈ രണ്ട് അവസ്ഥകളെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നന്ദി, നമസ്കാരം.